ഇപ്പോൾ 100 എണ്ണം കത്തിക്കുന്നുണ്ട്. 200 എണ്ണത്തിനുള്ള ശേഷിയുണ്ട്. അതിൽ ഈ ജൈവ മാലിന്യങ്ങളായിട്ട് അറവുശാലകളിലെ വേസ്റ്റ്, ഫിഷ് വേസ്റ്റ് അതൊക്കെയാണ് ഇടുന്നത് അല്ലേ? ഭക്ഷണ വെജിറ്റബിൾ വേസ്റ്റ് അല്ലേ? ഞങ്ങൾക്കവിടെ ഈ പ്ലാന്റ് ഉണ്ടാക്കാനുള്ള കാരണം, നേരത്തെ പഞ്ചായത്തിലെ വേസ്റ്റുകൾ ടൗണിലെ ഇപ്പം 100ഓളം മൊത്തം വരുമ്പോൾ ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 1000ഓളം വ്യാപാര സ്ഥാപനങ്ങൾ, ഇതെല്ലാം കൂടെ ഉണ്ടായിരുന്ന വേസ്റ്റെല്ലാം ഒരു പാറമടയിലാണ് പണ്ട് പഞ്ചായത്ത് നിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പ്രദേശത്തുള്ള ആൾക്കാർ ഈ അവിടെ മലിനീകരണ പ്രശ്നമുണ്ട് എന്ന് പ്രതിഷേധവുമായി വന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്ത് കുറവലങ്ങാട്ടെ വ്യാപാരികളുടെയും സ്ഥാപന പ്രതിനിധികളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ എല്ലാം കൂടെ ഒരു യോഗം വിളിച്ചുകൂട്ടി ഉണ്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ ഒരു തീരുമാനമുണ്ടായത്. അവിടെ ഞങ്ങളെടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് തന്നെ പഞ്ചായത്തിൽ ഏറ്റവും വലിയ വിഷയമായിരുന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷിമ്മിക്കൂടുകളാണ്. ആ പ്ലാസ്റ്റിക്കിൻ്റെ ഷിമ്മിക്കൂടുകൾ നിരോധിക്കുന്നതിന് ആദ്യമായി തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ സെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിന് പകരം വികേന്ദ്രീകൃതമായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യണമെന്നുള്ള ഒരു പൊതുധാരണ ആ യോഗത്തിൽ ഉണ്ടാകുകയും എല്ലാവരും അതിനോട് സഹകരിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതു സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് അവരുടെ തന്നെ സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ ഉൾപ്പെടെ കമ്പോസ്റ്റ് കുഴികൾ സ്ഥാപിച്ച് അവിടെ ഡംപ് ചെയ്യണമെന്നും, വ്യാപാര സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ ആ വ്യാപാരികളുടെ പൂർണ്ണമായ ഉത്തരവാദിത്തത്തിൽ പൊതുസ്ഥലങ്ങളിലേക്ക് അത് ഇടാതെ സംരക്ഷിക്കപ്പെടണമെന്നും, പഞ്ചായത്തിൻ്റെ പൊതുസ്ഥലമായിട്ടുള്ള പഞ്ചായത്ത്, മാർക്കറ്റ്, ബസ് സ്റ്റാൻഡ്, ടാക്സി സ്റ്റാൻഡ്, ടൗൺ, ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം പഞ്ചായത്തും ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ളൊരു പദ്ധതി പഞ്ചായത്ത് തയ്യാറാക്കിയത്. ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സംവിധാനം എന്താണ്? ആരാണിത് ശേഖരിക്കുന്നത്? രാത്രിയിൽ ക്ലീനിങ് നടത്തുന്നു പറഞ്ഞു. രാത്രിയിൽ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളെ ഒരു കുടുംബത്തെ, ഒരു ഭർത്താവ്, ഭാര്യ, മക്കള്, അവരാണ് അതിന് ദിവസം 250 രൂപ പ്രകാരമുള്ള കൂലിക്ക് പഞ്ചായത്തിൽ നിന്ന് ടെൻഡർ പിടിച്ചിരിക്കുകയാണ്. അതൊരു കുടുംബമാണ്, കുടുംബശ്രീയല്ല, വ്യക്തിയാണ് പിടിച്ചിരിക്കുന്നത്. അവർ ചെയ്യുന്ന ഒരു കുടുംബമാണ് ചെയ്യുന്നത്. അവരെ എല്ലാ ദിവസവും വൈകുന്നേരം രാത്രി ഒരു 10 മണി തൊട്ട് 9:30-10 മണി തൊട്ട് ടൗണിലെ അങ്ങോളം ഇങ്ങോളമുള്ള മാലിന്യങ്ങൾ, കാരണം ഒത്തിരി മാലിന്യങ്ങൾ വരുന്നില്ല, കാരണം ഈ വ്യാപാരികളൊക്കെ പഞ്ചായത്തിനോട് മെയിൻ റോഡും മാർക്കറ്റിലെയും ഉൾപ്പെടെയുള്ള അടിച്ച് വാരി ഇവിടെ കൊണ്ടുവന്ന് ഈ രീതിയിൽ സംസ്കരിക്കാൻ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ പഞ്ചായത്തിലെ എത്ര സ്കൂളുകളുണ്ട്? ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു ഗവൺമെൻറ് UP സ്കൂള്, ബാക്കിയൊക്കെ എയ്ഡഡ് സ്കൂളുകൾ, 2 ഹൈസ്കൂളുകൾ, ഒരു ഹയർ സെക്കൻഡറി സ്കൂള്, ഒരു അൺഎയ്ഡഡ് സ്കൂള്, 4 UP സ്കൂളുകൾ. അവിടുന്ന് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ഒരു പ്രശ്നമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ഗവൺമെൻറ് UP സ്കൂളിൽ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ കൂടെ ഇടപെടലോടുകൂടി നല്ല നിലയിൽ അത് പ്രവർത്തിക്കുന്നതിന് ഫലമായിട്ട് ഓരോ വർഷം കഴിയുമ്പോഴും 8ഉം 10ഉം കുട്ടികൾ കൂടിയാണ് വരുന്നത്. നേരത്തെ അൺഎക്കണോമിക് ആയിരുന്നു, ഇപ്പോൾ എക്കണോമിക് ആയി. ഇപ്പോൾ അതിൻ്റെ കുട്ടികളുടെ എണ്ണം ഓരോ വർഷം 10 കുട്ടികൾ വീതം അവിടെ കൂടുന്നുണ്ട്. അവിടെ ഈ പ്ലാസ്റ്റിക് നിരോധന മേഖലയായിട്ട് അതിനെ എങ്ങനെ കൊണ്ട് നടത്തുന്നു എന്നുള്ളത് എനിക്ക്, അത് ഞങ്ങൾ ചെയ്തത് ഏറ്റവും കൂടുതൽ ഈ പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നം വരുന്നത് കടകളിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് അവർ ഈ മൈക്രോണിക് കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗിൽ ഈ സാധനങ്ങൾ കൊടുക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കടക്കാരുടെ യോഗം വിളിച്ച്, ഈ വ്യാപാരികളുടെ എല്ലാം യോഗം വിളിച്ച് മാറി. ഇവിടെ തന്നെ നമ്മൾ കണ്ട ആദ്യം ഒരു കറുത്ത കൂടിൻ്റെ അകത്താണ് ഇറച്ചി കൊടുക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഇല്ല. അപ്പോൾ ഈ മാർക്കറ്റിലെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരെയും ഞങ്ങൾ വിളിച്ചു വരുത്തി എല്ലാവരുടെയും കൂടെ സമ്മതത്തോടു കൂടിയാണ് അവർ അത് വേണ്ട എന്ന് അവരോട് കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. TSP ഘടക പദ്ധതിയിൽ ഉള്ള അതിന്റെ വിനിയോഗത്തിൽ പ്രധാനമായിട്ടും എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? വീട് പണിഞ്ഞു കൊടുക്കുന്നത്? ഞങ്ങൾ IAY പദ്ധതിയിലെ ഭവന നിർമ്മാണത്തിന് പട്ടികജാതി വിഭാഗത്തിൽ 198 വീടുകളാണ് പട്ടികജാതി വിഭാഗത്തിലുള്ളത്. 8 വീടുകളാണ് പട്ടികവർഗ വിഭാഗത്തിൽ പഞ്ചായത്തിലുള്ളൂ. അപ്പോൾ ഈ 8 വീടുകൾ മാത്രമുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ അവർക്ക് എല്ലാവർക്കും വീടായി. ഇനി ഒരാൾക്ക് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ഈ വർഷം വീട് കൊടുക്കണം. ബാക്കിയുള്ളവർക്കൊന്നും കുട്ടികളുടെ പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അവർക്ക് പുസ്തകവും ബുക്കും സ്കോളർഷിപ്പും കൊടുക്കുന്നതിനുള്ള പ്രോജക്റ്റുണ്ട്. അതാണ് ഞങ്ങൾക്കിപ്പം ആ വിഭാഗത്തിൽ ചെലവഴിക്കാൻ കഴിയുന്ന ഒരു തുക. ഇപ്പോൾ വിവിധങ്ങളായ പരിപാടികൾ നടത്തി ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പഞ്ചായത്താണ് കുറവിലങ്ങാട്. അപ്പം അതിൽ നല്ലൊരു പ്രവർത്തനം എനിക്ക് തോന്നുന്നത് NREGSൻ്റെയാണ്. കാരണം നിങ്ങൾക്ക് ഡൽഹിയിൽ ക്ഷണം കിട്ടുകയും ആ പരിപാടിയിൽ സംബന്ധിക്കുകയും ചെയ്തു. അതായത് 100 തൊഴിൽ ദിനങ്ങൾ നൽകി എന്നുള്ള ഒരു ക്രെഡിറ്റ് നിങ്ങൾക്കുണ്ട്. ഈ തൊഴിൽ ദിനങ്ങൾ നൽകി, ശരി തന്നെ, നല്ല കാര്യം. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് ഈ ആസ്തി ഉണ്ടാക്കുന്നതിൽ പഞ്ചായത്ത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ട്? ഞങ്ങൾക്ക് അവിടെ 33% വീടുകളും നല്ല സാമ്പത്തിക ശേഷിയുള്ള വീടാണ്. ഒരു പഞ്ചായത്താണ് കുറവലങ്ങാട്. ജനങ്ങൾ എല്ലാ വീടുകളിലും തന്നെ 4-ലൊക്കെ ആൾക്കാരൊക്കെ ഉള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരു പ്രദേശമാണ് കുറവലങ്ങാട്. അവിടെ തന്നെ 33% ആൾക്കാരെ, കുടുംബങ്ങളെ ഞങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പേര് രക്ഷിക്കാൻ കഴിയും. അത് ഞങ്ങൾ വലിയൊരു ക്യാമ്പയിൻ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ്. രണ്ടാമത്, അങ്ങനെ വന്നതിൻ്റെ അകത്ത് 50% ആൾക്കാരെ ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് തൊഴിലിനിറക്കാൻ കഴിഞ്ഞു. ആ തൊഴിലിനിറക്കാൻ കഴിഞ്ഞതിൻ്റെ അകത്ത്
340 പേര് 50 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 70 പേര് 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞതെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും 100 തൊഴിൽ ദിനങ്ങൾ ആര് പൂർത്തിയാക്കിയാൽ അപ്പോൾ തന്നെ അവരെ വിളിച്ച് ഒന്നുകിൽ ആ വാർഡ് തലത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങ് ഞങ്ങൾ സ്ഥിരമായിട്ട് നടത്തുന്നുണ്ട്. ഇവിടെ 157 പേര് മാത്രമേ കുടുംബത്തിന് മാത്രമേ ഭവന ഇല്ലാത്ത ലിസ്റ്റിൽ പേര് കാണുന്നു. അപ്പോൾ ഇത് എന്ന് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും? സമ്പൂർണ്ണ ഗ്രാമം എന്ന ഇപ്പോൾ നടന്നു വരുന്ന രഹിത ഗ്രാമം എന്ന് ഇപ്പോൾ നടന്നു വരുന്ന EMS ഭവന നിർമ്മാണ പദ്ധതിയുടെ പൂർത്തീകരണത്തോടുകൂടി മുഴുവൻ ആൾക്കാർക്കും വീട് കൊടുക്കാൻ കഴിയും. ഈ 157 പേര് പറയുന്നതിൻ്റെ അകത്ത് കുറേ ആൾക്കാർക്ക് ഈ ഒരു കുടുംബത്ത് തന്നെ ഒന്നിച്ച് താമസിക്കുന്ന, ഒരു റേഷൻ കാർഡിൽ തന്നെ ജ്യേഷ്ഠനും അന്യമായിട്ട് 2-3 കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നവർ, അവർക്ക് അപ്പുറം ഒരു 3 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ വീട് വെച്ച് മാറി സ്വന്തമായിട്ട് വീട് വെക്കാൻ നിവൃത്തിയില്ലാത്തവർ വീട് വെച്ച് മാറി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടിയാണ് ഈ 157 വന്നിരിക്കുന്നത്. EMS ഭവന പദ്ധതി അനുസരിച്ച് ഒരു റേഷൻ കാർഡിൽ പേരുള്ള ആളിന് ഈ രീതിയിൽ പുതിയതായിട്ട് നമുക്ക് വീട് കൊടുക്കാനായിട്ട് അനുവാദമില്ലാത്തതുകൊണ്ടാണ് ഈ 157 പേർക്ക് നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. അടുത്ത സംവിധാനത്തിൽ വരുമ്പോഴേ അതിൽ ഈ കുട്ടികളുടെ വെക്കേഷനിലുള്ള സ്പോർട്സ് അവിടെ കാണിച്ച് അത് പിന്നീട് അതിൽ നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെ വേറെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഈ സ്പോർട്സിന് കോച്ചിങ് നടത്തുന്നത് സ്പോർട്സ് കൗൺസിലിൻ്റെ ഒന്നുള്ള കോച്ച് ജോർജ് സാർ എന്ന് പറഞ്ഞ ഒരാളാണ് കോച്ചിങ് നടത്തുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം, ഈ വർഷം ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ UP സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്ക് ഞങ്ങൾക്ക് നീന്തൽ പരിശീലനം, അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ മുഴുവൻ കുട്ടികൾക്ക് ഈ വെക്കേഷൻ കാലത്ത് 2 ആഴ്ച കൊണ്ട് മുഴുവൻ കുട്ടികൾക്കും പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ വൃത്തിയാക്കിയ നല്ല കുളങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുളങ്ങളുണ്ട്. ആ കുളങ്ങളിൽ ഈ മുഴുവൻ കുട്ടികൾക്കും നീന്തൽ പരിശീലനം നടത്താൻ കഴിഞ്ഞു. കുറവിലങ്ങാടെന്ന് കേട്ടപ്പോൾ തന്നെ ഈ സ്പോർട്സ് പാരമ്പര്യവും ഇതിൻ്റെ ഈ കോച്ചിങ്ങിൻ്റെ ഒക്കെ തന്നെ എല്ലാം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണോ നടത്തുന്നത്? പഞ്ചായത്തിൽ ഈ സ്പോർട്സ് കോച്ചിന് കൊടുക്കുന്ന ശമ്പളം അത് പഞ്ചായത്ത് അടയ്ക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി വരുന്ന ഭക്ഷണത്തിൻ്റെ PTA-യും അതുപോലെ തന്നെ ഒരുവിധം സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളൊക്കെയാണ്. നമുക്ക് അവരോട് ഈ ഭക്ഷണത്തിലുള്ള പൈസ അവരുടെ മാതാപിതാക്കൾ വളരെ സന്തോഷത്തോടുകൂടി തരുന്നുണ്ട്. ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളുടേത് പഞ്ചായത്ത് വഹിക്കുകയും മറ്റ് സ്കൂളുകളിൽ നിന്ന് എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികളിൽ നിന്ന് ഞങ്ങൾ അതിൻ്റെ കമ്മിറ്റി ഭക്ഷണത്തിന് വേണ്ടി വരുന്ന ചിലവ്, അതുപോലെ തന്നെ ഈ കോച്ചിൻ്റെ യാത്രപ്പടി കൊടുക്കുന്നതിനുള്ള പൈസ അവരോട് വാങ്ങിക്കുന്നുണ്ട്. ഞാൻ കേൾക്കാനിരുന്ന ഒരു വാചകമായിരുന്നു, കുറവിലങ്ങാട് ഇതുവരെ ആരും അതിനെക്കുറിച്ച് പറഞ്ഞില്ല, ചെസ്സിൻ്റെ ചതുരംഗത്തിൻ്റെ അക്കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ചെസ് ചതുരംഗം. അതിനുള്ള മണ്ണുണ്ട് അവിടെ, പണ്ട് മുതലേ ഉള്ളതാണ്. ചെസ്സിൻ്റെ കാര്യത്തിൽ വളരെയധികം പ്രശസ്തമായിരുന്ന നാടാണ്. അത് താങ്കൾ പറയുമെന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള, ഈ തരിശു ഭൂമിയുടെ ഇവിടെ തന്ന ഇതിനകത്ത് 10 ഹെക്ടർ, അത് കഴിഞ്ഞ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു, പിന്നെ 5 എന്ന് എഴുതിയിരുന്നത്. അത് 10 ഹെക്ടർ സ്ഥലം പഞ്ചായത്തിലെ കൃഷിഭൂമി എന്ന് പറയുന്ന നെൽവയൽ പാടശേഖരം എന്ന് പറയുന്ന പഞ്ചായത്തിലില്ല. ഇതിലേ ഉള്ള കുറച്ച് പോക്കറ്റുകളാണുള്ളത്. അങ്ങനെ പാടശേഖരമായിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്ത് ഗവൺമെൻറ്റിൻ്റെ ജില്ലാ സീഡ് ഫാമുണ്ട്. അവർക്ക് 18 ഏക്കർ സ്ഥലമുണ്ട്. അത് ഒറ്റ ഇതായിട്ട് കിടക്കുക. അവിടെ തൊഴിലാളികളുണ്ട്. അവിടെ യന്ത്രമൊന്നും വേണ്ട, തൊഴിലാളി തന്നെ അവിടുത്തെ മുഴുവൻ യന്ത്രം ഇറക്കാൻ തൊഴിലാളിക്ക് സമ്മതമല്ല, തൊഴിലാളി തന്നെ പണികൾ നടത്തുന്നത്. ഇത് പച്ചക്കറി ഇതിൻ്റെ ആണോ? ഏത് 5 അല്ലല്ല, ഞാൻ 10 ഹെക്ടർ സ്ഥലത്ത് നിലവിൽ നെൽകൃഷി ഉണ്ട്. 10 ഹെക്ടർ തരിശുണ്ടായിരുന്നു. ആ തരിശുണ്ടായിരുന്നതിൻ്റെ അകത്ത് 5.63 ഹെക്ടർ പഞ്ചായത്ത് കൃഷിയോഗ്യമാക്കി. 50% വന്നിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ഇങ്ങനെ ഈ നെല്ല് ഉൽപ്പാദിപ്പിക്കാവുന്ന കുറേയേറെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഏറ്റവും ആദായകരമായിട്ട് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 125 ഹെക്ടർ സ്ഥലത്താണ് കുറവലങ്ങാട് പഞ്ചായത്തിൽ കപ്പ കൃഷി ചെയ്യുന്നത്. വലിയ വിളവുണ്ട്. ഓരോ ചോട് കപ്പയിൽ നിന്നും 15-20 കിലോ വരെ കിട്ടത്തക്ക രീതിയിൽ നല്ല ഈൽഡാണുള്ളത്. അപ്പോൾ ഈ നെൽകൃഷി ചെയ്യുന്നതിനെ കഴിഞ്ഞും ഏറ്റവും ആദായകരമായിട്ട്, അതും ഭക്ഷ്യവസ്തുവാണ്, ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായിട്ട് നെല്ല് നഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നതിനെ കഴിഞ്ഞും ലാഭകരമായിട്ട് കൊള്ളയാണ്ടുന്ന ഏറ്റവും ലാഭമുള്ള കൃഷി. 1 കിലോ കപ്പ വിറ്റ് കഴിഞ്ഞാൽ 5 രൂപ 6 രൂപ വെച്ച് കർഷകന് സ്പോട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ 15 കിലോ 20 കിലോ വരെയുള്ള കപ്പകൾ ചോടുകളാണുള്ളത്. അതുപോലെ ചേനയും വലിയ വിളവാണ് അവിടെയുള്ളത്. അപ്പോൾ ആ രീതിയിലേക്ക് പഞ്ചായത്ത് കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഇതിന് കൃഷിക്ക് വേണ്ടി സബ്സിഡി വളം 50% നിരക്കിലെ വളം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പാദനത്തിൽ വലിയ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ചെറുതായ വികസന പ്രവർത്തനങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി മാർക്സിലേക്ക് കടക്കാം. ആർവിജി മാഷെ. 15-ൽ 13, 15-ൽ 12.5, 10-ൽ 8.5, 10-ൽ 7.5, 10-ൽ 8.5. കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിന് 60-ൽ 50 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. നല്ല മാർക്കല്ലേ? വളരെ സന്തോഷം.
തീർച്ചയായും ഇവർക്ക് SMS അയക്കണം. SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് KVGD സ്പേസ് 10 നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. ചിലപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ കാണുന്നത് ഒരു വിദൂര ഗ്രാമത്തിൽ നിന്നും സമൂഹത്തിന്റെ ഓരത്തുകൂടി സഞ്ചരിച്ച് സാമൂഹ്യ സമ്മതി നേടിയ ഒരാളുടെ ജീവിതം എന്ന നിലയിലാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെ ഉൾക്കൊള്ളുന്നതിനും ശാക്തീകരിക്കുന്നതിനുമുള്ള ജനാധിപത്യത്തിന്റെ ശക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ തിരിച്ചറിയുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ ഉഴവൂരിൽ ജനിച്ച് കുറവിലങ്ങാട് സെന്റ് മേരീസ് സ്കൂളിൽ നിന്നും മെട്രിക്കുലേഷൻ പാസ്സായി പിന്നെ ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന നിലയിൽ വരെ എത്തിയ KR നാരായണന്റെ വാക്കുകളാണിവ. ജനാധിപത്യത്തിന്റെ ഈ ശക്തിയെ തന്നെയാണ് ഗ്രീൻ കേരള എക്സ്പ്രസിലൂടെ ഞങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. മറ്റൊരു ഗ്രാമത്തിന്റെ കഥയുമായി വീണ്ടും നാളെ. നന്ദി, നമസ്കാരം. മണ്ണിൽ തെളിവിണ്ണിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ വിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തു തുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.